ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 7ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീൻ അവർക്ക് പൊതുപരീക്ഷയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുത്താവുന്ന 2025 നടന്ന ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം ശരി ഉത്തരത്തിന് ടിക്ക് ചെയ്യാനാണ്. മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം മലക്കാണ്. ആരാണ് മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം മലക്ക്? ഹഫലത്താണ് മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം. ഹമലത്ത് എന്ന് പറഞ്ഞാല് അർഷിനെ വഹിക്കുന്നവർ. മലായിക്കത്തു റഹ്മത്ത് എന്നാണ് കാരുണ്യം ചെയ്യുന്നവർ. പിന്നെ ശിക്ഷിക്കുന്നവരുണ്ട്, മലായിക്കത്തുൽ അദാബ്. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമാ തല്ല അൻ തകൂനു ലഹും ദുനിയാ വലനൽ ആഖിറത്ത്. ആരോടാണ് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്തത് ഇന്ത്യയിൽ 856 വർഷം ഭരണം നടത്തി. ആരാണ് 856 വർഷം ഭരണം നടത്തിയത്? മുസ്ലിങ്ങളാണ് 856 വർഷം ഭരണം നടത്തിയത്. അടുത്തതാ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തലസ്ഥാനമായിരുന്നു ബാഗ്ദാദാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ തലസ്ഥാനം. അടുത്തത് നാം ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളോ നമ്മുടെ രക്ഷിതാക്കളോ അല്ല, അല്ലാഹു തആലയാണ്. നാം എന്ത് കഴിക്കണം, നാം എന്ത് ഭക്ഷണം കഴിക്കണം, നാം എന്ത് ധരിക്കണം, എന്നിങ്ങനെ മുടി മുറിക്കണം എന്നൊക്കെ അല്ലാഹു തആലയാണ് നമുക്ക് ഒരു തീരുമാനം, വിധിവിലക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്തതാ കഴുകി എന്നാണ് അർത്ഥം. കഴുകി എന്നതിന്റെ അർത്ഥം ഒസല എന്നാണ്. ഇനി ചേരുംപടി ചേർക്കാൻ വന്നിട്ടുണ്ട്. എന്താണ്? ഷെയ്ഖ് അഹമ്മദ് റിഫാഹി എന്താണ്? ഇറാഖിൽ ജനിച്ച പ്രമുഖ കുത്തുബാണ്. കുത്തുബുകളിൽ പെട്ടവരാണ് അഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹു. അപ്പൊ അതിന്റെ സി നമുക്ക് എഴുതാം. അടുത്തത് എന്താണ്? ചെങ്കിസ് ഖാൻ ആരാണ്? ഇസ്ലാമിക നഗരങ്ങൾ തകർത്തു. അപ്പൊ നമുക്ക് അതിന്റെ ഡി എഴുതാം. അടുത്തതാ സയ്യിദ് അലവി മമ്പുറം റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി പ്രമുഖ സയ്യിദായിരുന്നു. ഓപ്ഷൻ ബി. അടുത്തതാ അറക്കൽ അലി രാജ. ഓപ്ഷൻ ഇ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണകൂടം സ്ഥാപിച്ചത് അറക്കൽ അലി രാജയാണ്. അടുത്ത ഷൗക്കത്ത് അലി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പൊ അതിന്റെ ഓപ്ഷൻ എ എഴുതാം, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പൊ ഇതുപോലെ പേരുകൾ വേറെ മാറി വരാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് പൂരിപ്പിക്കാനാണ്. എന്താണ് പൂരിപ്പിക്കാൻ? ഒന്നാമത്തെ ചോദ്യം വാജ്ബർനി ബി അന്ന ഡാഷ് നൂറുൻ വ നൂറുല്ലാഹി ലാ യഹ്ദിൽ യാസിൻ ഉഹിബ്ബ സ്വാലിഹീൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്ന് വന്ന രണ്ടാമത്തെ ലൈനാണ് ബി അന്നൽ ഇൽമ നൂറുൻ എന്നാണ്. അപ്പൊ അതുപോലെ ലൈന് മാറി വരാം. മറ്റുള്ള ലൈനൊക്കെ അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡാഷ് കൊല്ലം സേവനം ചെയ്തു. എത്ര കൊല്ലമായിരുന്നു? 10 കൊല്ലമാണ് സേവനം ചെയ്തത്. അടുത്ത കേരളത്തിൽ ഡാഷിലാണ് മലബാർ സമരം നടന്നത്. 1921 മലബാർ സമരം നടന്നത്. ചൈനയിൽ ഇപ്പോൾ ഡാഷ് മുസ്ലിങ്ങളുണ്ട്. എത്രയാണ്? 30 മില്യൺ മുസ്ലിങ്ങളുണ്ട്. ചൈനയിൽ ഇപ്പോൾ 30 മില്യൺ മുസ്ലിങ്ങളുണ്ട്. അടുത്തത് ജൗഹറത്ത് തൗഹീദ് എന്ന ഗ്രന്ഥം രചിച്ചത് ഡാഷ് എന്ന മഹാനാണ്. ആരായിരുന്നു? ഇബ്രാഹിം ലക്കാനി എന്ന മഹാനാണ്. ജൗഹറത്ത് തൗഹീദ് എന്ന ഗ്രന്ഥം രചിച്ചത് ഇബ്രാഹിം ലക്കാനി എന്ന മഹാനാണ്. ഇതുപോലെ എന്താണ്? തഫ്സീറുൽ ബൈളാവിന്റെ ഹാഷിയ രചിച്ച ഷിഹാബുദ്ദീൻ ഹഫാജി. അതേപോലെ ഖുലാസത്തുൽ ഹിസാബിന്റെ മുസന്നിഫ് ബാഹുദ്ദീൻ ആമുലി. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫ് അഹ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി. പിന്നെ സീറത്തുൽ ഹലബിയയുടെ രചിച്ച നൂറുദ്ദീൻ ഹലബി തുടങ്ങിയ മഹാപണ്ഡിതന്മാർ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്ത് ജീവിച്ചത്. അപ്പൊ അതൊക്കെ വേണം, ഇതുപോലെ വരാം. അടുത്ത എന്താണ്? പൊതുവെ ആകാശമാണ് മലക്കുകളുടെ വാസസ്ഥലം. അടുത്ത ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു ചിരിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ചിരിക്കാറുണ്ടായിരുന്നില്ല.
പുഞ്ചിരിച്ചില്ലാതെ നബി തങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നബി തങ്ങൾ എങ്ങനെയായിരുന്നു ചിരിച്ചിരുന്നതെന്ന് വെച്ചാൽ പുഞ്ചിരിച്ചുകൊണ്ട് എന്ന് എഴുതാം. അടുത്തതാ 30 ഏടുകൾ നൽകപ്പെട്ട നബി. ആർക്കാണ് 30 ഏടുകൾ നൽകിയത്? ആദം നബി അലൈഹി ഇസ്ലാമിന് 10, സീസ് നബി അലൈഹി ഇസ്ലാമിന് 50, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 10, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന് 30. അപ്പൊ ഇവിടെ 30 ഏടുകൾ നൽകപ്പെട്ടത് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനാണ്. 30 ഏടുകൾ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ആദം നബി അലൈഹി ഇസ്ലാമിനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും 10 ഏടുകൾ വീതമാണ്. സീസ് നബി അലൈഹി ഇസ്ലാമിന് 50, എബീസ് നബി അലൈഹി ഇസ്ലാമിന് 30 ഏടുകൾ. അപ്പൊ മാറിപ്പോയത് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഏത്? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ. ലോക മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യം 50ഓളമാണ്. ലോക മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യം 50ഓളമാണ്. അറബി രാഷ്ട്രങ്ങളിൽ പെട്ടതാണ് ഇറാഖ്. ഇവിടെ കുറെ രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. അറബി രാഷ്ട്രങ്ങൾ: സൗദി അറേബ്യ, ഒമാൻ, യമൻ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സിറിയ, ഫലസ്തീൻ, ഇറാഖ്, ജോർദാൻ. അതൊക്കെ മനസ്സിലാക്കണം. നമുക്ക് ഓപ്ഷൻ വരാം, മനസ്സിലാക്കട്ടാ. മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന രാജ്യമാണ് ഫലസ്തീൻ. റോഹിംഗ്യയോടും ഐക്കൂർ, ഇതൊക്കെ ഓപ്ഷനായിട്ട് വരാം. ഇതുപോലെ എഴുതാൻ വരാം, മനസ്സിലാക്കണം കേട്ടാ. അടുത്തെന്താണ്? ഷെയ്ഖ് അഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹു നായയെ ചികിത്സിച്ചു. എത്ര കാലാണ്? ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു നായയെ 40 ദിവസങ്ങൾക്ക് ശേഷമാണ് അതിനെ നാട്ടിൽ കൊണ്ടുവിട്ടത്. അപ്പോൾ 40 ദിവസം. എത്ര കാലം എന്ന് ചോദിച്ചപ്പോൾ 40 ദിവസം എന്നതാണ്. അടുത്തത് എന്താണ്? ഖിലാഫത്ത് എന്ന പൊതു നേതൃത്വം അവസാനിച്ച വർഷം ഏത്? ഖിലാഫത്ത് എന്ന പൊതു നേതൃത്വം അവസാനിച്ച വർഷം 1924 കേട്ടോ. അടുത്തതാ ബിസിനസ് എന്നതിന്റെ അറബി പദം തിജാറ എന്നാണ് ബിസിനസ്. അപ്പൊ ഇങ്ങനെയുള്ള അറബി ചോദ്യങ്ങളൊക്കെ വരിക. അറബി ചാപ്റ്റർ ഉണ്ട്. ഇത് ഹിബ്ബു സ്വാലിഹീൻ എന്ന പാഠത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ അതുപോലെ ഉള്ള പാഠത്തിൽ മഅനിൽ കലിമാത്ത് നന്നായി മനസ്സിലാക്കുക. അതുപോലെ എഴുതാൻ വരും, മനസ്സിലാക്കുക. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഇന്ത്യയിൽ ഭരണം നടത്തിയ 4 പ്രമുഖ സുൽത്താൻമാർ ആരൊക്കെയാണ്? സുൽത്താൻ അഹമ്മദ് ഷാഹ്, കുതുബുദ്ദീൻ ഐബക്ക്, ഔറംഗസീബ്, ഹൈദർ അലി, മകൻ ടിപ്പു സുൽത്താൻ തുടങ്ങിയവര് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് 4 പ്രമുഖ സുൽത്താൻമാരെ പേര് നമുക്ക് എഴുതാം. അടുത്തതാ നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കാത്ത 4 കാര്യങ്ങൾ എഴുതുക. നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കാത്തത്: നാം എന്തു ധരിക്കണം, എങ്ങനെ മുടി മുറിക്കണം, എന്തു ഭക്ഷണം കഴിക്കണം, നമുക്ക് ദാഹമുണ്ടാകുന്നു, നമുക്ക് വിശക്കുന്നു, നമുക്ക് രോഗമുണ്ടാകുന്നു. ഇതെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. അപ്പൊ അതൊന്ന് നമുക്ക് 4 കാര്യങ്ങൾ എഴുതാം. അടുത്തതാ അധിനിവേശം നടത്തിയ പാശ്ചാത്യരുടെ ഇന്ത്യൻ മുസ്ലിങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിച്ചത് മുസ്ലിങ്ങളാണ്. പാശ്ചാത്യർ വരുമ്പോൾ ഇവിടെ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. കച്ചവടത്തിന് നേതൃത്വം നൽകിയതും മുസ്ലിങ്ങളായിരുന്നു. ഇവയെല്ലാം അധിനിവേശ കാലത്ത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ പീഡനങ്ങൾ ഏൽക്കാൻ കാരണമായി. അപ്പോൾ ഇതായിരുന്നു അവരുടെ മുസ്ലിങ്ങളോടുള്ള സമീപനം. എഴുതാം. അടുത്തെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന് ഉദാഹരണം. 2 ഉദാഹരണങ്ങൾ വിനയത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പ് തുന്നലും വസ്ത്രത്തിന് കഷ്ണം വെക്കലും സാധനങ്ങൾ ചുമക്കലും ആടിനെ കറക്കലുമെല്ലാം സ്വന്തമായി ചെയ്തിരുന്നു. ഇതൊക്കെ അവിടുത്തെ വിനയത്തെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് എഴുതുക. നബി തങ്ങളുടെ വിനയത്തിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. അടുത്തത് തൗറാത്ത് വായിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്? വലൗ കാന മൂസ ഹയ്യം വലാ വസിയഹു ഇല്ലത്തിബായി. മൂസ അലൈഹി ഇസ്ലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരുകയല്ലാതെ അദ്ദേഹത്തിന് നിർവാഹമുണ്ടാകുമായിരുന്നില്ല. ഇതാണ് തൗറാത്ത് വായിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ പറഞ്ഞത്. ഖുർആനിന് ഫുർഖാൻ, തൻസീൽ, കിതാബ്, അൽ കിതാബ്, അൽ ഫുർഖാൻ, അൽ തൻസീൽ എന്നൊക്കെ പേരുകളുണ്ട്. അതൊക്കെ അതിൽ മനസ്സിലാക്കണം. ദിക്ർ എന്ന് പറയുന്നത് ഖുർആനെ കുറിച്ചിട്ടാണ്. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള 4 യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? 22 അറബി രാഷ്ട്രങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അസർബൈജാൻ, കൊസോവ, തുർക്കി, കസാക്കിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നീ മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാഷ്ട്രങ്ങളുണ്ട്. അപ്പൊ അതിന്ന് 4 പേരെഴുതാനാണ്. അടുത്തെന്താണ്? മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചപ്പോൾ ഉണ്ടായ
മാനവിക സമത്വത്തിന് ഉദാഹരണം. ഇസ്ലാമിക ആശയങ്ങളുടെ സ്വാധീന ഫലമായി ജാതീയതയിൽ നിന്നും സതി പോലുള്ള ദുരാചാരങ്ങളിൽ നിന്നും മോചനമുണ്ടായി, തൊട്ടുകൂടായ്മ ഇല്ലാതെയായി. ഇതൊക്കെ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചപ്പോൾ ഉണ്ടായ മാനവിക സമത്വത്തിന് ഉദാഹരണമാണ്. നമ്മൾ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. അതുപോലെ വ്യാവസായിക പുരോഗതി, സാമ്പത്തിക വളർച്ച ഒക്കെ മനസ്സിലാക്കാണ്ട്, പിന്നെ അതുപോലെ നിർമ്മാണ മേഖലയിലുണ്ടായ വളർച്ച, അറബി ഭാഷയുടെ പുരോഗതി, അതൊക്കെ അതേപോലെ ചോദ്യം വന്നോ. രാഷ്ട്രത്തിന്റെ പുരോഗതി, അപ്പൊ ഒക്കെ നമുക്ക് എഴുതാൻ കഴിയണം. 10 പോയിന്റുകളായിട്ട് അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് കുറിപ്പ് എഴുതാനാണ്. 5 വരി കുറയരുത്. എന്താണ്? മൈ ബോഡി മൈ ചോയ്സ് എന്ന ആശയം തെറ്റാണ്. ഇതിനെ കുറിച്ചിട്ട് വിശദമാക്കാനാണ്. നമ്മൾ 16ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇങ്ങനെ പലരെയും നാം അനുസരിക്കേണ്ടി വരും. ഇങ്ങനെ ചിലരെ അനുസരിക്കണമെന്ന് സൃഷ്ടാവായ അള്ളാഹു താലയുടെ നിയമം തന്നെയാണ്. അള്ളാഹു അല്ലാതെ വിധികർത്താവില്ല. നമുക്കൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്കും പറ്റില്ല. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കിയത് അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ് എന്ന ആശയം അവിടെ തെറ്റാണ്. എന്നതിനെക്കുറിച്ച് ആ പാഠത്തുനിന്ന് ആസ്പദമാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ അവിടെ മനസ്സിലാക്കി എഴുതുക. അടുത്തത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ചിട്ടാണ് വിവരിക്കേണ്ടത്. നിങ്ങൾ 18ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. 1947 സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യ മതേതര രാഷ്ട്രമായി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്കൂളുകളായി രൂപപ്പെട്ട ഓത്തുപള്ളികളിൽ മത പഠനത്തിന് സൗകര്യമുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഇവ സ്കൂളുകൾ മാത്രമായി മാറി. അപ്പോൾ സമസ്തയുടെ കീഴിലെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാവുകയും മദ്രസുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഉന്നത മതപഠനത്തിന് ശരിയത്ത് കോളേജുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന പള്ളി, ദർസുകൾ, ആധുനിക കാലത്ത് സ്ഥാപിതമായ ദഅവാ കോളേജുകളും പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുസ്ലിങ്ങളുടെ വൈജ്ഞാനികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകി. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മനസ്സിലാക്കി പഠിക്കാൻ. നമ്മളെ 60ാമത്തെ പേജിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നന്നായി മനസ്സിലാക്കുക. ഇതുപോലെ ഓരോ പാഠത്തുനിന്നും നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ വരുന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ മുമ്പ് റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പഠിക്കണം ഓരോ പാഠത്തു നിന്ന് 5 വരി കുറയാതെ, അതൊക്കെ ഉപകാരപ്പെടുത്താം. അതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. 11ാമത്തെ പാഠഭാഗം മുതലാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. എന്താണ്? മലബാർ സമരം നടന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? 1921. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിച്ചത് മുസ്ലിങ്ങളാണ്. നമ്മൾ വേറെ ചോദ്യങ്ങളായിട്ടൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? വഹാബി മൂവ്മെന്റിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നത് ആരായിരുന്നു? പണ്ഡിതന്മാരാണ്. വഹാബി മൂവ്മെന്റിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നത് പണ്ഡിതന്മാരാണ്. പിന്നെ ലോകത്തെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ 50ഓളം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ നമ്മൾ അറബി രാഷ്ട്രങ്ങളിൽ പെട്ടത് ടിക്ക് ചെയ്യാനൊക്കെ വരാം. പിന്നെ അറബി രാഷ്ട്രങ്ങളിൽ പെടാത്തത് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ തന്നിട്ടൊക്കെ ടിക്ക് ചെയ്യാനൊക്കെ വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഒരു മാച്ച് ചെയ്യാനുള്ള ബോക്സായിട്ട് വരാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. മനസ്സിലാക്കാം. സെയ്ദ് മുർത്തല സുബൈദി എന്നാണ് താജുൽ അറൂസ്. പിന്നെ അതേപോലെ സീറത്തുൽ ഹലവിയ ഓപ്ഷൻ ഇ എന്താണ്? നൂറുദ്ദീൻ ഹലവിയുടെ മുസന്നിഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഇ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഫലൗലൽ ഇൽമോ മാ സൈദത്ത് റിജാലുൻ ഓപ്ഷൻ എ. പിന്നെ അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അബ്ദുൽ കലാം ആസാദ് മനസ്സിലാക്കുക. പിന്നെ ചെമ്പകശ്ശേരി തങ്ങൾ മലബാർ സമരത്തിൽ പങ്കെടുത്തവരാണ്. അപ്പോൾ ഇതുപോലൊക്കെ മാച്ച് ചെയ്യാനൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇനി എന്താണ്? മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെട്ടത് മലബാർ സമരത്തെയാണ്. മലബാർ സമരത്തെയാണ്. പിന്നെ
ഏറ്റവും പഴക്കമുള്ള അറബി മലയാള കൃതിയാണ് മുഹീദ്ദീൻ മാല. ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന കാരണം എന്താണ്? ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് മതനിരാശ്രയം, വഹാബിസവും. ഇതാണ് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഉസ്മാനികളുടെ കാലത്ത് പുഷ്ടി പ്രാപിച്ചു. ആരായിരുന്നു? ഉസ്മാനികളുടെ കാലത്താണ് പുഷ്ടി പ്രാപിച്ചത്. എന്ത്? അറബി ഭാഷയും സാഹിത്യവും ഉസ്മാനികളുടെ കാലത്താണ് പുഷ്ടി പ്രാപിച്ചത്. പിന്നെ ഖിലാഫത്ത് അവസാനിച്ച വർഷം 1924 നമ്മൾ നേരത്തെ ചോദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷെയ്ഖ് അലി ഇബ്നു ഹുമാമുദ്ദീൻ രചിച്ച കിതാബ് ഏതായിരുന്നു? കൻസുൽ ഉമ്മാലാണ്. സ്ത്രീകളുടെ മാറു മറക്കാൻ തുടങ്ങി എന്നത് ഏതു തരം വളർച്ചയെയാണ്? സാംസ്കാരിക വളർച്ചയെയാണ് അത് സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾ മാറു മറയ്ക്കാൻ തുടങ്ങിയത് സാംസ്കാരിക വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാനം വർഷിക്കും, കാരുണ്യം അവരെ മൂടും. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നവരെ അവർക്ക് മേലെ സമാധാനം വർഷിക്കുകയും കാരുണ്യം അവരെ മൂടുകയും ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്തത്, ഇസ്ലാമിക നഗരങ്ങൾ തകർക്കപ്പെട്ടത് ഏത് പടയോട്ടത്തിലായിരുന്നു? മംഗോളിയൻ ഭരണാധികാരി ജംഗിസ് ഖാനും അദ്ദേഹത്തിന്റെ മരണശേഷം പൗത്രൻ ഹുലാക്കു ഖാനും നടത്തിയ പടയോട്ടത്തിലാണ് ഇസ്ലാമിക നഗരങ്ങൾ തകർക്കപ്പെട്ടത്. മനസ്സിലാക്കട്ടാ. ഷെയ്ഖ് റിഫായി ഏത് മദ്ഹബിന്റെ പണ്ഡിതനാണ്? ഷെയ്ഖ് റിഫായി ഷാഫി മദ്ഹബിലെ പണ്ഡിതനായിരുന്നു. എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ നബിയെ, എങ്ങനെയാണ് എനിക്ക് കരയാതിരിക്കാൻ കഴിയുക? അങ്ങയുടെ പാർശ്വഭാഗത്തിൽ പായയുടെ അടയാളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ കണ്ടതല്ലാതെ അങ്ങയുടെ വീട്ടിൽ മറ്റൊന്നും കണ്ടിട്ടില്ല. അത് കണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയുന്നു. അടുത്തത്, അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും എന്നോട് എന്ന് പോലും അവിടുന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന്, നീ എന്തിനിത് ചെയ്തു എന്നും അവിടുന്ന് ചോദിച്ചിട്ടില്ല. അടുത്തത്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? എങ്ങനെയായിരുന്നു? ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമായ സ്വഭാവമുള്ളവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അടുത്തത്, മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കി. എപ്പോഴാണ്? മലബാർ ഭാഷക്ക് വ്യവസ്ഥാപിത ലിപി ഇല്ലാത്ത കാലത്ത് മതപഠനം സുഗമമാക്കാനാണ് മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കിയത്. മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സയ്യിദുമാരിൽ 3 ആളുടെ പേര് എഴുതുക. സയ്യിദ് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി, സയ്യിദ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ അഖീദ് ദലവി, സയ്യിദ് ഇബ്രാഹിം ബാദുഷാ ഏർവാടി. നമ്മൾ പാഠത്ത് പഠിച്ചിട്ടുണ്ട് സയ്യിദുമാര്, സുൽത്താൻമാര് ഒക്കെ അല്ലേ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതാ, ഉഹിബ്ബു സ്വാലിഹീന ഫലസ്തു മിൻഹും ലഅല്ലി അൻ അലാല ബിഹിം ഷഫാഅത്തി. ആശയം എഴുതണം. ഇതേപോലെ അതിൽ നിന്ന് ഉഹിബ്ബു സ്വാലിഹീൻ എന്ന അതിൽ നിന്ന് ഏതെങ്കിലും ലൈന് വന്ന് ആശയം എഴുതാനൊക്കെ വരാം. മനസ്സിലാക്കി പഠിക്കണം. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവരിൽ പെട്ടതല്ലെങ്കിലും അവർ മുഖേന എനിക്ക് ഷഫാഅത്ത് ലഭിച്ചേക്കാം. മനസ്സിലാക്കുക. അടുത്തത്, മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ്? ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ പ്രബോധനവും ഉണ്ടാവുക എന്നതാണ് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പിന്നെ 5 വരി കുറയാതൊക്കെ എഴുതാൻ വരും. എന്താണ്? ബ്രിട്ടീഷ് അധിനിവേശവും രാജ്യത്തിൻ്റെ പ്രതിരോധവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാം. പാഠഭാഗത്തുനിന്ന് എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.